തന്നെ കോഴിക്കോട് NIT-യിലേക്ക് ശുപാർശ ചെയ്യാൻ അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പ്രൊഫഷണൽ കോൺഗ്രസിലുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന് എന്താണ് കോൺഗ്രസിൽ ചുമതല? കോൺഗ്രസിന്റെ ഏത് ബോഡിയിൽ പ്രവർത്തിച്ച ആളാണ്? എന്തിനാണ് ഇങ്ങനെയൊന്നും ആരും ഇല്ലാതിട്ടാണോ ഒരു വിദേശ കളങ്കിത വ്യവസായി കൊണ്ടുവന്നിട്ടുള്ളത്? ഇതാണ് ദുരൂഹത. ഇദ്ദേഹം ബിനാമിയാണോ? VD സതീശന്റെ ബിനാമിയാണോ? ഇനി കോഴിക്കോട്ടെ PCC നേതൃത്വം കൊടുത്ത ലിസ്റ്റ് ആണെങ്കിൽ അത് പറയട്ടെ. KPCC നേതൃത്വം കൊടുത്ത ലിസ്റ്റിൽപ്പെട്ട ആളാണെങ്കിൽ അത് പറയട്ടെ, ഞങ്ങൾക്ക് മതി. എന്തായാലും BJPക്ക് ഇക്കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിയമനമാണെങ്കിൽ കൂടി കോഴിക്കോട് NIT ക്യാമ്പസ് എന്ന് പറയുന്നത് രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും മികച്ച NIT ആണ്. ആ NIT-യുടെ ചരിത്രത്തിൽ UPA ഭരിച്ച കാലഘട്ടത്തിൽ, കേരളത്തിൽ LDF ഭരിച്ച സമയത്ത്, UDF ഭരിച്ച കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള പക്വതയുള്ള ആൾക്കാരെ, സമൂഹത്തിൽ സ്വീകാര്യതയുള്ള ആൾക്കാരായിരുന്നു ഭരണസമിതിയിൽ വന്നിട്ടുള്ളത്. അതിനൊരു കളങ്കം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ വരുത്തിയിരിക്കുന്നു. 10-ാം തീയതി NIT-യിലേക്ക് BJPയുടെ ബഹുജന പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. ഏത് ദിവസമാണോ കാലിക്കറ്റ് NIT-യിലെ ഗവേണിംഗ് ബോഡിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടത്തുന്നതാണ്, ഈ വിവാദ വ്യക്തിയെ അവിടെ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് BJPയുടെ രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. അല്ല, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബിനാമിയാണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെ UDF-ന്റെ തെരഞ്ഞെടുപ്പിലെ ഫണ്ടിംഗ് ഏജൻസി ഇദ്ദേഹമാണോ? ഇതൊക്കെ VD സതീശനാണ് പറയേണ്ടത്, മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. കാരണം ഞാൻ ആവർത്തിച്ചത്, 2022-ൽ സ്വപ്ന സുരേഷിന്റെ മുഴുവൻ മൊഴിയും 100% വിശ്വാസ്യതയുള്ളതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് VD സതീശൻ. ആ കേസിൽ, ഡോളക്കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ സ്പീക്കർ, അന്നത്തെ മുഖ്യമന്ത്രിമാർ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇവരൊക്കെ പ്രതികളാണ്. ഈ ഇടപാടിൽ വിദേശത്ത് നിന്ന് ഡോളർ സ്വീകരിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഇദ്ദേഹം കളങ്കിതനാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. പൊന്നാനി സ്വദേശിയാണ്. പൊന്നാനിയുള്ള വിദേശ വ്യവസായിയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വർഷത്തിൽ ഒരു തവണയൊക്കെ ഒരു എങ്ങനെയാണ് ഇദ്ദേഹം കാലിക്കറ്റ് NIT ഗവേണിംഗ് ബോർഡിൽ ഇങ്ങനെ നിരന്തരം പങ്കെടുക്കുക, എത്ര സമയം നാട്ടിലുണ്ട്. അപ്പൊ പ്രത്യേക താല്പര്യം VD സതീശൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ. ഇനി ഈ വ്യക്തി ലബീർ മുഹമ്മദ് 100% NIT-ക്ക് യോഗ്യനായ ആളാണെന്ന് പറയാൻ, അതാണെങ്കിൽ അത് പറയട്ടെ. കേരളത്തിന്റെ പൊതുസമൂഹം അദ്ദേഹത്തിന്റെ മറുപടി ഇക്കാര്യത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം UDF-ന്റെ നേതൃത്വം അറിയില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അത് ബാക്കി നിങ്ങൾക്ക് അന്വേഷിക്കാം. സാധാരണ UDF-ന്റെ നേതൃത്വം പറയുന്നത് എല്ലാ വർഷവും കോഴിക്കോട് NIT-യിലേക്ക് വേണ്ട നോമിനേഷന്റെ ചെയ്യേണ്ട ആളെ പേര് ഞങ്ങളാണ് കൊടുക്കാറ്. ആരും അറിയില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അവർ മറുപടി പറയട്ടെ. ഇതിനകത്ത് പൊതുജനങ്ങൾക്കുണ്ടാവാൻ സംശയമുള്ള സ്വാഭാവികമായ ചില സംശയങ്ങൾ. ഒന്ന്, ഇയാള് പ്രതിയല്ല, മറ്റൊന്ന് ഒരു ചോദ്യം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രമേ ചോദ്യം ചെയ്തു മാത്രമല്ല, അദ്ദേഹം തന്നെയാണ് വിദേശത്ത് നിന്ന് വാങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ട്. ക്ലാരിറ്റി മുഖ്യമന്ത്രി വരട്ടെ, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ഉന്നത സ്ഥാപനങ്ങളിൽ നമ്മുടെ മുൻകാല ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിയമിക്കുന്നതിന്റെ ഒരു രീതി മാധ്യമപ്രവർത്തകർക്കും അറിയാം, രാഷ്ട്രീയ നേതൃത്വത്തിനും അറിയാം. അങ്ങനെയുള്ള ആൾക്കാരുടെ അഭാവം കോൺഗ്രസിൽ ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് എന്നുള്ളത് അദ്ദേഹം മറുപടി പറയട്ടെ. ബാക്കി ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ പുറത്തുവിടാം. ഇദ്ദേഹം സ്വപ്ന സുരേഷ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇദ്ദേഹത്തിന്റെ റോൾ എന്താണ്? 2 ദിവസങ്ങളുണ്ടല്ലോ. ആ VD സതീശന്റെ മറുപടി വരട്ടെ, ബാക്കി പുറത്തുവിടാം.